മിസ് ഹോസ്റ്റ് ആക്കിയിട്ടൊന്ന് തരുമോ? ഓക്കെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്. ഇന്ന് നമ്മൾ പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിമെഡോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതായത് BANS 184 എന്ന പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി എന്ന് പറഞ്ഞിട്ടുള്ള സിലബസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു സിലബസിൽ നമുക്ക് 3 ബ്ലോക്കുകളായിട്ട് 10 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാനുള്ളത്. 3 ബ്ലോക്കുകളിൽ 10 ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ബ്ലോക്ക് ആണ് എസെൻഷ്യൽ ഇൻ എപ്പിഡമോളജി ഇൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്ലോക്ക് ആണ് സൈക്കോളജിക്കൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ്. മൂന്നാമത്തെ ബ്ലോക്ക് ആണ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഇൻ പബ്ലിക് ഹെൽത്ത്. ഇങ്ങനെ 3 ബ്ലോക്കുകളിലായിട്ട് 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ, അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ ഒരു 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് എന്താണ് എപ്പിഡമോളജി, അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എൻവയോൺമെന്റൽ ഹെൽത്ത് എന്താണ്, ദെൻ എപ്പിഡമോളജി ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ചാപ്റ്റർ എപ്പിഡമോളജി. എന്താണ് എപ്പിഡമോളജി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, എപ്പിഡമോളജി എന്ന് പറഞ്ഞ ഒരു വേർഡ് തന്നെ ഡിറൈവ്ഡ് ചെയ്ത് വന്നത്, അതായത് ഉരുതിരിഞ്ഞു വന്നത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. എപ്പി വിച്ച് മീൻസ് അപ്പോൺ എന്നുള്ള അർത്ഥത്തില്. ഡെമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂപ്പിൾ, ലോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി അല്ലെങ്കിൽ തിയറി. അപ്പൊ ഇവർ 2 പേരും കൂടി ചേർക്കുമ്പോൾ സ്റ്റഡി അപ്പോൺ ദി പീപ്പിൾ, അതായത് ജനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം എന്നുള്ള രീതിയിലാണ് സ്റ്റഡി അപ്പോൺ ദി പീപ്പിൾ എന്നുള്ളത്. എപ്പിഡമോളജി എന്ന് പറഞ്ഞിട്ട് ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഈ ഒരു നമുക്കറിയാം, ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ മോഡേൺ യുഗത്തിലെ എപ്പിഡമോളജിക്കുള്ള പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് എപ്പിഡമോളജി, എവിടെ നിന്നോട്ടാണ് ഈ എപ്പിഡമോളജിയുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, എപ്പിഡമോളജി എന്നുള്ളൊരു ഭാഗം നമ്മുടെ ആരോഗ്യം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് ആരംഭിക്കുന്നത് തന്നെ BC 400 തൊട്ടാണ്. BC 400 നമുക്കറിയാം, ഗ്രീക്ക് ഒരു ഫിസിഷ്യൻ ആണ് ഹിപ്പോക്രാറ്റസ്. അദ്ദേഹത്തിന്റെ കാലത്തൊട്ട് തന്നെ എപ്പിഡമോളജിക്ക് ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ പോകുന്നത്. അതായത് ഈ ഇന്ത്യയിലെ എപ്പിഡമോളജിക്ക് എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അധ്യായം പറയുന്നത്. ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഇറ്റ്സ് ഹൈലൈറ്റ് ദിസ് ചാപ്റ്റർ. ദെൻ ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിന്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ കിട്ടിയിട്ടുള്ള പോയിന്റ് ഒരു ബുക്കിൽ ഉണ്ട്. കുറെ എന്തൊക്കെയാണ്
മിൽസ്റ്റോൺസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മേഖലകളിൽ വ്യത്യാസങ്ങൾ, എപ്പിഡമോളജിക്കൽ ഭാഗത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, എന്തൊക്കെ നാഴികക്കല്ലുകളാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ ഓരോ ഡേറ്റ് വീതം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ലാസ്റ്റ് നമ്മൾ ഫേസ് ചെയ്തൊരു വളരെ ഒരു വൈറസ് ആണ് കൊറോണ വൈറസ്. ഇതാണ് അവസാനമായിട്ട് നമുക്കൊരു എപ്പിഡമോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ഇതൊക്കെ വരുന്നത്. ഇതാണ്. അപ്പൊ എപ്പിഡമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി അപ്പോൺ ദി പീപ്പിൾ, മനുഷ്യനെ കുറിച്ചുള്ള ഒരു പഠന രീതിയിലുള്ളത്, മനുഷ്യന്റെ ആരോഗ്യകാര്യത്തെ കുറിച്ചിട്ടുള്ള പഠനം. ഇനി ഈ ടൈപ്പ് ഓഫ് സ്റ്റഡി ഡിസൈൻസ്, എങ്ങനെയൊക്കെയാണ് എപ്പിഡമോളജിയെ കാറ്റഗറി ചെയ്തിട്ട് പഠിക്കുന്നത് എന്നാണ് നോക്കുന്നത്. എങ്ങനെയാണ് എപ്പിഡമോളജിയെ നമ്മൾക്ക് കാറ്റഗറി? അത് ശരിക്കും ഒരു ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്നാണ് പറയുന്നത്. കാരണം നിരീക്ഷണപരമായിട്ടുള്ള ഒരു പഠനം അതുപോലെ തന്നെ പരീക്ഷണമായിട്ടുള്ള ഒരു പഠനത്തോടെ കൂടിയാണ് നമ്മൾക്ക് എപ്പിഡമോളജിക്ക് ഒരു ഡിസൈൻ ചെയ്ത് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. എന്താണ് എപ്പിഡമോളജി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. The observational study and experimental study are the two basic category into the which epidemiological study. പിന്നെ അതിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ തന്നെ കുറച്ച് ഡിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ തന്നെ കുറച്ച് ഡിവിഷൻ ഉണ്ട്. അതിൽ ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ തന്നെ രണ്ട് കാറ്റഗറികളായിട്ട്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡി എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും, ഒരു ഫ്രീക്വൻസി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൽനെസ് ആൻഡ് പാറ്റേൺ ഓഫ് ദി ആണ്. അതായത് നമ്മൾ ആ റിപ്പോർട്ട് ഫ്രീക്വൻസി ആയിട്ട്, അതായത് തുടർച്ചയായിട്ട് എല്ലാ ഇൽനെസിന്റെയും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ ഇൽനെസിനെയും കുറിച്ചൊക്കെ ഡീറ്റെയിൽ സ്റ്റഡി കൊടുക്കുക. അത് ലൊക്കേഷൻ ഉണ്ടാവും, ഏജ് ഉണ്ടാവും, ഓൾഡ്, എല്ലാ കാര്യങ്ങളും ഒരു ഡെമോഗ്രാഫിക്കൽ ക്യാരക്ടറിലൂടെ നമ്മൾ ഒബ്സർവേഷൻ നിരീക്ഷിച്ച് കണ്ടെത്തി എഴുതുന്ന രീതിയിലാണ് ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഈ ഒബ്സർവേഷണൽ സ്റ്റഡി തന്നെ രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ തിരിക്കുന്നത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയും അതുപോലെ തന്നെ അനലിറ്റിക്കൽ സ്റ്റഡിയും. അല്ലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് കേസ് റിപ്പോർട്ടുകളാണ്. ഓരോ വ്യക്തിയും എടുത്തിട്ട് ഒരു യഥാസ്ഥിതിക പഠനം നടത്തി ഓരോ വ്യക്തിയും എടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ കേസ് സ്റ്റഡി തന്നെ രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതായത് കേസ് റിപ്പോർട്ട് ആൻഡ് കേസ് സീരീസ് എന്നുള്ള രീതിയിൽ. ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് എന്തിനാ? ഒബ്സർവേഷണൽ സ്റ്റഡിയുടെ ഒരു ഭാഗമാണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി തന്നെ രണ്ട് കാറ്റഗറിയിൽ പറഞ്ഞു. ഒന്ന് കേസ് റിപ്പോർട്ടും അതുപോലെ തന്നെ കേസ് സീരീസുമായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഒന്ന് കേസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് സിംറ്റംസുകൾ, സയൻസ്, ഡെത്ത്, ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് എഴുതാം. ഒരു ക്ലിനിക്കലി നമ്മളൊരു റിപ്പോർട്ട് എഴുതാം. കേസ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ക്ലിനിക്കലി എൻറ്റിറ്റി അല്ലെങ്കിൽ ന്യൂ കേസുകൾ അല്ലെങ്കിൽ ന്യൂ പാറ്റേജ് ഒക്കെ ഷെയർ ചെയ്ത് സിമിലർ ട്രയൽസിലുള്ള ഒരു സിംറ്റംസുകൾ, ആരൊക്കെയാണോ രോഗങ്ങൾ പ്രകടിപ്പിക്കുന്നത് അവരെ കുറിച്ചിട്ട് എഴുതുന്ന ഒരു നീണ്ടമായിട്ടുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ കേസ് സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ പറയുന്നത്. ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡി. അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ തന്നെ ഒന്ന് കേസ് റിപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ കേസ് സീരീസ് ഉണ്ട്. ഇനി അനലിറ്റിക്കൽ സ്റ്റഡിയിൽ, ഒബ്സർവേഷണൽ സ്റ്റഡിയിലെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണിത് അനലിറ്റിക്കൽ സ്റ്റഡി. അതിനെ അനലൈസ് ചെയ്യുക, വിശകലനമാണ് അവിടെ ചെയ്യുന്നത്. ഇതിനെ തന്നെ 4 ടൈപ്സുകളാണ് ഈ അനലിറ്റിക്കൽ സ്റ്റഡിയിൽ ഉള്ളത്. 4 ടൈപ്സ് ഓഫ് അനലിറ്റിക്കൽ സ്റ്റഡി എന്നാണ് പറയുന്നത്. ഒന്ന് എക്കോളജിക്കൽ സ്റ്റഡി ഉണ്ട്, അതായത് നമ്മുടെ പ്രകൃതിയെ കുറിച്ച് നല്ലോണം പഠിച്ച് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ഓഫ് ആൻ ഇൽനെസ് ഓഫ് ഔട്ട്കം എമൗണ്ട് എക്സ്പോസ്ഡ് ഇൻ ദി ഗ്രൂപ്പ് ബിറ്റ്വീൻ ദി പീപ്പിൾ. ജനങ്ങളുടെ ഉള്ളിലുള്ള, അതായത് എക്കോളജി പരിസ്ഥിതിയുമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ അനലറ്റിക് ചെയ്തിട്ട് എഴുതുന്നതാണ് എക്കോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് കൺട്രോൾ സ്റ്റഡീസ് ഉണ്ട്. ദെൻ മൂന്നാമത്തെ ക്രോസ് സെക്ഷൻ സ്റ്റഡീസ്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ അനലിറ്റിക്കൽ സ്റ്റഡിയിൽ തന്നെ 4 കാറ്റഗറീസ് ആണുള്ളത്. എക്കോളജിക്കൽ സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി, ക്രോസ് സെക്ഷൻ സ്റ്റഡി, അതുപോലെ കോഹറന്റ് സ്റ്റഡി. ഈ രീതിയിൽ അത് ലോങ്റ്റിറ്റ്യൂഡിനൽ ഇൻസിഡന്റ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ലോങ്റ്റിറ്റ്യൂഡിനൽ ഇൻസിഡന്റ് സ്റ്റഡീസ്, വാട്ട് ദീസ് ഇൻവെസ്റ്റിഗേഷൻ ആർ നോൺ ആസ് ദി കോഹറന്റ്. അതായത് പോപ്പുലേഷൻ ഓഫ് ഗ്രോത്തിന് ഒരു ലോങ്റ്റിറ്റ്യൂഡൽ രീതിയിൽ നമ്മൾ പഠനം നടത്താം. അത് ഈവൻ ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ മേറേജിന്റെ അടുത്താം, അല്ലെങ്കിൽ ഡീക്കേഡ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ കോഹറന്റ് സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ്
ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ രണ്ട് മെത്തേഡ്, ഒബ്സർവേഷണൽ സ്റ്റഡിയിൽ രണ്ട് മെത്തേഡാണുള്ളത്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് അതുപോലെ അനലറ്റിക്. ഈ ഡിസ്ക്രിപ്റ്റീവില് നമ്മൾ എന്താ കേസ് റിപ്പോർട്ടും കേസ് സീരീസും ഉണ്ട്. ഈ അനലറ്റിക്കൽ സ്റ്റഡിയിൽ 4 തരം സ്റ്റഡീസ് ആണുള്ളത്. എക്കോളജിക്കൽ സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി, ക്രോസ് സെക്ഷണൽ സ്റ്റഡി, അതുപോലത്തെ കൊഹറൻസ് സ്റ്റഡീസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെരിമെന്റൽ സ്റ്റഡി. അതായത് എപ്പിഡെമോളജി ചെയ്യുന്നതിന് രണ്ടാമത്തെ ഒരു മേഖലയാണ്, കാറ്റഗറിയാണ് എന്ത്, എക്സ്പെരിമെന്റൽ സ്റ്റഡി. അത് നമ്മൾ പരീക്ഷണം ചെയ്തിട്ട് ചെയ്യുന്ന ഇതാണ്. ഇതിനെ നമ്മൾ എന്ത്, റാൻഡമസ് സ്റ്റഡിയും ഉണ്ട്, അതുപോലെ റാൻഡമസ് ക്ലിനിക്കൽ സ്റ്റഡിയും കൂടി ഉണ്ട്. റാൻഡമസ് സ്റ്റഡി എന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയൽസ്, ഫീൽഡ് ട്രയൽസ്, കമ്മ്യൂണിറ്റിയിലെ അത് 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡി, എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അത് റാൻഡമസ് സ്റ്റഡിയാണ് ഇത് നടത്തുന്നത്, ഡീപ്പ് ആയിട്ടുള്ള ഒരു റാൻഡമസ് സ്റ്റഡി. അതുപോലെ തന്നെ നോൺ റാൻഡമസ് സ്റ്റഡിയും ഉണ്ട്, ഏത്, എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ. അതിൽ റാൻഡമസ് സ്റ്റഡിയിൽ തന്നെ നമ്മൾ എന്ത്, ക്ലിനിക്കൽ ട്രയല്, ഫീൽഡ് ട്രയല്, കമ്മ്യൂണിറ്റി ട്രയൽ, അങ്ങനെ 3 രീതിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിനിക്കൽ എന്ന് വെച്ചാൽ ഓരോ ട്രീറ്റ്മെന്റും എക്യുപ്മെന്റ്സും അങ്ങനത്തെ എല്ലാത്തിന്റെ ഒരു ക്ലിനിക്കലി അസോസിയേറ്റഡ് വിത്ത് ചെയ്തിട്ട് പഠിക്കുന്ന രീതിയാണ് റാൻഡമസ് ക്ലിനിക്കൽ സ്റ്റഡി എന്ന്. ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ, അത് ഇമ്പാക്ട് ഓഫ് ഇന്റർവെൻഷൻ ഓഫ് ദി ഔട്ട്കംസ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട്, എപ്പിഡെമോളജിയുടെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഔട്ട്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഫീൽഡ് സ്റ്റഡി. പിന്നെ കമ്മ്യൂണിറ്റി ട്രയൽസ്. അത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ശരിക്കും ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത്, പബ്ലിക്കലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് ഏത്, എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ. ഇപ്പൊ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ 2 തരം കാറ്റഗറി തന്നെയാണ്. അത് റാൻഡമസ് സ്റ്റഡി ഉണ്ട്, അത് നോൺ റാൻഡമസ് സ്റ്റഡി ഉണ്ട്. റാൻഡമസ് സ്റ്റഡി ആണ് ഏത്, ഒന്ന് ക്ലിനിക്കൽ ട്രയല്, ഫീൽഡ് ട്രയല്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ട്രയല്. ദെൻ നോൺ റാൻഡമസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ ഫാക്ടേഴ്സുകൾ ഉണ്ട്. ഒന്ന് അൺകൺട്രോൾഡ് ട്രയൽസ്, UTS എന്നെന്താണ്, അതുപോലെ തന്നെ നാച്ചുറൽ ട്രയൽസ്, NTS എന്നാണ്, ഇന്റർവെൻഷൻ സ്റ്റഡി വിതൗട്ട് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്, പിന്നെ പ്രീ ആൻഡ് പോസ്റ്റ് ഇന്റർവെൻഷൻ, അതുപോലെ തന്നെ ക്രോസ് ഓവർ ഇന്റർനാഷണൽ സ്റ്റഡീസ്. അങ്ങനെ നോൺ റാൻഡമസ് സ്റ്റഡീസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അത് നമുക്കൊരു ഫിനാൻഷ്യലി ഒരു എത്തിക്കലി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസുമായിട്ട് നീഡ് ചെയ്തിട്ടാണ് ഈ നോൺ റാൻഡമസ് സ്റ്റഡീസുകൾ കൂടുതൽ നടക്കാറ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ പറയണത്. എപ്പിഡെമോളജിയുടെ നാഴികക്കല്ലുകളും അതുപോലെ തന്നെ കുറച്ച് സ്റ്റഡി ഡിസൈൻസുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു അധ്യായത്തിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എപ്പിഡെമോളജി, എന്താണ് എപ്പിഡെമോളജി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും എപ്പിഡെമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദി ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ഓർ അക്യൂറൻസ് ഇൻ ദി സ്പെസിഫിക് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ അവരുടെ ഹെൽത്തുമായി റിലേറ്റഡ്, അവരുടെ ആരോഗ്യമായി റിലേറ്റഡ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുന്ന ഒരു പഠനത്തെയാണ് നമ്മൾ എപ്പിഡെമോളജി എന്ന് പറയുന്നത്. അപ്പൊ എപ്പിഡെമോളജി എന്താണെന്നും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ് എന്താണ്. അപ്പൊ 2 തരമാണ്, സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദി ഒബ്സർവേഷനും ഉണ്ട്, സ്റ്റഡീസ് ബേസ്ഡ് ഓൺ ദി എക്സ്പെരിമെന്റും ഉണ്ട്. അപ്പൊ അത് തന്നെ ഡിവൈഡ് ചെയ്തൊക്കെ ഒന്ന് പഠിക്കും. ഇത് എസ്സി ആയിട്ട് ചോദിക്കാറുണ്ട്, ടൈപ്പ് ഓഫ് എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ്. പിന്നെ റിസ്ക് എസ്റ്റിമേഷൻസുകൾ എന്തൊക്കെയാണ്, സ്റ്റെപ്സ് ഓഫ് റിസ്ക് എസ്റ്റിമേഷൻസ്. 3 ഭാഗമാണ് ഈ റിസ്കിന് ഉള്ളത്. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്, അതുപോലെ തന്നെ ഡിറ്റർമൈൻ ദി ഡസ് റെസ്പോൺസ്, അതുപോലെ ഡിറ്റർമൈൻ ദി എക്സ്പോൺസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദി റിസ്ക്. ഇങ്ങനെ 3 പാർട്സിലൂടെയാണ് ഇത് റിസ്ക് എസ്റ്റിമേഷൻസ് പോകുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് ചോദിക്കുന്നത്. ഈ അധ്യായത്തിൽ നമ്മൾ എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ് ആണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ് 2 തരമാണ് ഉള്ളത്. ഒന്ന് ഒബ്സർവേഷണൽ സ്റ്റഡീസും അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസും. ഈ ഒബ്സർവേഷണൽ സ്റ്റഡീസിനെ വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് അതുപോലെ അനലറ്റിക്കോ. അതിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എക്സ്പെരിമെന്റിലും ഉണ്ട് 2 റാൻഡമസ് ഉണ്ട്, നോൺ റാൻഡമസ് ഉണ്ട്. അപ്പൊ അത് നല്ലവണ്ണം പഠിക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എപ്പിഡെമോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ. ഇനി അടുത്തതാണ് പബ്ലിക്കൽ ഹെൽത്ത്, പൊതു ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്.
നമുക്കറിയാം പബ്ലിക്കൽ ഹെൽത്ത് ഇതുകൊണ്ട് എന്താണ്, അതായത് നമുക്കറിയാം പബ്ലിക്കും ഹെൽത്തും എന്ന് പറഞ്ഞ രണ്ട് വേർഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പബ്ലിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ പബ്ലിക്കൽ ഹെൽത്ത് കൊണ്ട് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിവിൽ മുനിസിപ്പൽ ആൻഡ് ഫ്രീ ആൻഡ് ഓപ്പൺ ആൻഡ് അൺറിസ്ട്രിക്റ്റഡ് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ നോട്ട് പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെ നോട്ട് പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റുന്നതിനെ പബ്ലിക്കൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം മനുഷ്യൻ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ അവരുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, അവരുടെ ഹെൽത്ത് ഒരു ഇമ്പോർട്ടന്റ് ഭാഗം തന്നെയാണ്. അപ്പൊ ഈ ഒരു അധ്യായത്തില് പബ്ലിക്കൽ ഹെൽത്തിനെ, അതായത് പൊതു ആരോഗ്യത്തിനെ കുറിച്ച് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പബ്ലിക്കൽ ഹെൽത്ത് അത് പല രീതിയിലുമുണ്ട്. അതായത് വേരിയസ് കൺസെപ്റ്റലൈസേഷൻ ഓഫ് ഹെൽത്ത് എന്ന രീതിയിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് ഗുഡ് ഹെൽത്ത് ഉണ്ട്, ഹെൽത്ത് ഹെൽത്ത് ആസ് വേസ് ലിവിങ്, അതുപോലെ എവേയിങ് ബീയിങ് ആൻഡ് എവേയിങ് നോട്ട് ബീയിങ് വെൽ, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പബ്ലിക്കൽ ഹെൽത്തിനെ പറയാം. അതായത് ഇനി ഈ ഒരു അധ്യായത്തിൽ നമുക്ക് ഡിഫൈൻ ദി പബ്ലിക്കൽ ഹെൽത്ത്, എന്താണ് പൊതു ആരോഗ്യം എന്നത് മീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ പബ്ലിക്കൽ ഹെൽത്തിൽ തന്നെ പല കൺസെപ്റ്റുകളുണ്ട്. പബ്ലിക്കൽ ഹെൽത്തിൽ നിന്നും എപ്പിഡമോളജിക്കുകളുണ്ട്, ബയോ സ്റ്റാറ്റിക്സ് എന്നും, അതുപോലെ തന്നെ എപ്പിഡമോളജിക്കൽ ഫിസിക്കൽ സോഷ്യൽ സയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഞ്ചിനീയറിംഗ് ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, മെഡിക്കൽ ആൻഡ് എഡ്യൂക്കേഷൻ, അങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് പബ്ലിക്കൽ ഹെൽത്തിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ പബ്ലിക്കൽ ഹെൽത്ത് എന്നുള്ള ഈ ഒരു അധ്യായത്തിൽ കുറെ ഹിസ്റ്റോറിയൻ, അതായത് കുറെ വ്യക്തികളെ നമ്മൾ എടുത്തു പറയുന്നത്, ഹിപ്പോക്രാറ്റസ്, അതുപോലെ തന്നെ ലൂയി പാസ്റ്റർ, റോബർട്ട് കോച്ച്, എഡ്വേർഡ് ജെനിഫർ, എഡ്വിൻ ചാഡ്വിക്ക്, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസുകളും പബ്ലിക്കൽ ഹെൽത്തിൽ നമുക്കറിയാം. പൊതു ആരോഗ്യത്തിന് വേണ്ടി ഇവർ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണെന്നൊന്ന് നല്ലോണം നോക്കാം. അതുപോലെ തന്നെ പബ്ലിക്കൽ ഹെൽത്ത് അപ്രോച്ചുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് പബ്ലിക്കൽ ഹെൽത്ത് അപ്രോച്ചുകൾ? പ്രധാനമായിട്ടും 4 തരം അപ്രോച്ചുകളിലൂടെയാണ് പോകുന്നത്. ഒന്ന് ഡിഫൈനിങ് ആൻഡ് മെഷറിംഗ് ഓഫ് പ്രോബ്ലം, അതുപോലെ തന്നെ ഐഡന്റിഫൈ ദി കോസ് ആൻഡ് റിസ്ക് ഓഫ് ഫാക്ടർ ഫോർ ദി പ്രോബ്ലം, determine how to prevent the ameliorate and the problem, and implementation effective strategy on large scale and assessing the impact. അങ്ങനെ ഈ രീതിയിലുള്ള അപ്രോച്ചസുകളിലൂടെയാണ് നമ്മൾ എന്ത് പോണത്. അത് നിങ്ങളുടെ പബ്ലിക്കൽ ഹെൽത്ത് അപ്രോച്ച് ടേബിൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പബ്ലിക്കൽ ഹെൽത്തിന് 3 ഡൊമൈൻ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഹെൽത്ത് ഇംപ്രൂവ്മെന്റും, അതുപോലെ ഹെൽത്ത് പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ 3 ഡൊമൈൻസ് ഓഫ് പബ്ലിക്കൽ ഹെൽത്ത് അത് നമ്മൾ പഠിക്കാം. പബ്ലിക്കൽ ഹെൽത്തിന്റെ പ്രധാനപ്പെട്ട ഡൊമൈൻസ്. അതായത് പിന്നെ പബ്ലിക്കൽ ഹെൽത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നോക്കണം. അത് പബ്ലിക്കൽ ഇതിൽ നമ്മൾക്ക് മിഷൻ ഓഫ് നാഷണൽ റൂറൽ ഹെൽത്തും, അതുപോലെ മിഷൻ ഓഫ് നാഷണൽ അർബൻ ഹെൽത്തും, ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും എത്രമാത്രം പബ്ലിക്കൽ ഹെൽത്ത് ഇന്ത്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കാം. അപ്പൊ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ പബ്ലിക്കൽ ഹെൽത്ത് എന്താണെന്ന് പഠിക്കാം. അതുപോലെ കുറച്ച് തിയറീസുകൾ എന്താണെന്ന്. തിയറീസ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞ സയന്റിസ്റ്റുകൾ, ഒന്ന് ഹിപ്പോക്രാറ്റസ്, അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദം, അതുപോലെ തന്നെ കുറെ വ്യക്തികളുടെ ക്വാറന്റൈൻ ലോസുകൾ, അതൊക്കെ ഒന്ന് എന്താന്ന് നോക്കാം. പിന്നെ വാട്ട് ആർ ദി വേരിയസ് കോർ ഡിസിപ്ലിൻ ഓഫ് പബ്ലിക്കൽ ഹെൽത്ത്, കോർ ഡിസിപ്ലിൻസുകളൊക്കെ ഏതൊക്കെയാണെന്നും അതിന്റെ ഇമ്പോർട്ടൻസുകളൊക്കെ എന്താണെന്നൊക്കെ ഈ ഒരു അധ്യായത്തിൽ നോക്കാം. ഇത് മോർ ഇമ്പോർട്ടന്റ് അല്ല എന്നാൽ പോലും പബ്ലിക്കൽ ഹെൽത്ത് എന്താണ്, അതിന്റെ തിയറീസുകൾ എന്താ, തിയറീസ് ഓഫ് ഡിസീസസ് അക്യൂസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്, അതെന്താണെന്നും നോക്കാം. ദെൻ ഇനി അടുത്തതാണ് എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ 3ാമത്തെ അധ്യായം. ഇനി നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള. അതായത് എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുമായിട്ടുള്ള ആരോഗ്യം എന്നുള്ള രീതിയിൽ. എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്.
ഇതിൽ ഈ നമുക്കറിയാം ദ കോമ്പിനേഷൻ ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് എൻവയോൺമെന്റൽ ഹെൽത്ത്. നമുക്കറിയാം രണ്ട് പദങ്ങൾ ചേർന്നാണ് എൻവയോൺമെന്റലും ഹെൽത്തും ചേർന്നിട്ടാണ് നമ്മളെന്ത് എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ പോകുന്നത്. എവറിത്തിങ് അറൌണ്ട് us is considered as a part of environment. നമുക്കറിയാം ലോകത്തെ എല്ലാ കാര്യങ്ങളും എന്തുമായി റിലേറ്റഡ് ആണ്? എൻവയോൺമെന്റ്, നമ്മുടെ എൻവയോൺമെന്റുമായിട്ട്. അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റ് എലിമെന്റ്സ് അവർ ഹെൽത്ത് ഈസ് ഡിറ്റർമിൻ അവർ ലെവൽ ഓഫ് ഹെൽത്ത്. അതായത് എൻവയോൺമെന്റിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു അത് ആരെയും സ്വാധീനിക്കുന്നുണ്ട്? നമ്മുടെ ഹെൽത്തിനെ നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട്. എവറിത്തിങ് ദാറ്റ് ഈസ് അവർ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. നമുക്കറിയാം എൻവയോൺമെന്റിലെ എയർ, വാട്ടർ, സോയിൽ എക്സെട്ര എന്തുമായി ബന്ധപ്പെട്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും അത് നമ്മുടെ എന്തിൽ മാറ്റും? ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിനെ മാറ്റും. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ എത്രമാത്രം എൻവയോൺമെന്റൽ ഹെൽത്തിനെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. So we cannot ignore in the issue with the human health without comparing environment. ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല എൻവയോൺമെന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ തന്നെയാണ് മനുഷ്യന്റെ ഹെൽത്തിനെയും സ്വാധീനിക്കുന്നത്. അപ്പൊ ഇതില് ഡെഫിനേഷൻ ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് എന്നുള്ളൊരിതും, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത് എന്താണ്, വൈ ഈസ് എ എൻവയോൺമെന്റൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടന്റ്, അതുപോലെ തന്നെ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ഇതിലുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എഫക്ട്സ് ഓഫ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ആജന്റ് ഇൻ എയർ ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അറിയാലോ, വായുവാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇവിടുത്തെ പറയാനുള്ളത്. അപ്പൊ വായു, അതായത് എയർ എത്രമാത്രം ഹ്യൂമൻ ഹെൽത്തിനെ എഫക്ട് ചെയ്യണം, അതായത് ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ ഏജന്റ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം എയർ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ, ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ നൈട്രജൻ, ഓക്സിജൻ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ രീതിയിലാണ് പോകുന്നത്. അപ്പൊ എത്രമാത്രം നമുക്ക് എയർ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്, അത് ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ ഏജന്റ് ആയിട്ട് എയറിനെ ഹ്യൂമൻ ഹെൽത്തിനെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിൽ പഠിക്കാം. നമുക്കറിയാം അതിലാണ് നമുക്ക് എയർ പൊല്യൂഷൻസ്, ഈ പൊല്യൂഷൻസ് വരുന്നത് കൊണ്ട് നിരവധി രോഗങ്ങളാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? അപ്പൊ ആ പൊല്യൂഷനുള്ള ഉണ്ടാവുന്ന സോഴ്സസുകൾ ഓട്ടോമൊബൈൽസിന്റെയും ഇൻഡസ്ട്രിയിലും ഡൊമസ്റ്റിക്കലും ഇതിന്റെയൊക്കെ അത് ബയോളജിക്കൽ ഏജന്റ്സ് ആയിട്ട് എങ്ങനെ മാറുന്നു, അതുപോലെ തന്നെ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ എങ്ങനെ നമുക്കറിയാം നമുക്ക് പല രോഗങ്ങളും നോസ് ഇറിറ്റേഷൻസ് ആൻഡ് സഫോക്കേഷൻസ്, ഇങ്ങനത്തെ പല രീതിയിൽ നമ്മളെ അത് ബാധിക്കില്ല. അപ്പൊ അതും ഒക്കെ എന്താണെന്ന് ഈ ഒരു അധ്യായത്തിൽ നോക്കാം. എയർ പൊല്യൂഷൻ, അതായത് എയറുമായിട്ട് എന്തൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്കുണ്ടാവുന്ന ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഏജന്റുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നോക്കാം. അതുപോലെ തന്നെ റോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രിസർവേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇന്ത്യൻ ഗവൺമെന്റ് എത്രമാത്രം പ്രാധാന്യം പബ്ലിക് ഹെൽത്തിന് കൊടുത്തിട്ടുണ്ട്, അവിടെ ഹെൽത്ത് മിഷൻസും പ്ലാനിങ്ങും പ്രോഗ്രാംസുകളും പോളിസികളും എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഹെൽത്ത് മിഷൻസ്, പ്ലാൻസ്, പ്രോഗ്രാംസ്, പോളിസികൾ, ഇതൊക്കെ എന്താണെന്ന് ഒന്ന് വായിച്ചു. നിരവധി പോളിസികൾ നമുക്കറിയാം 1983 തൊട്ട് നാഷണൽ ഹെൽത്ത് പോളിസികൾ ആരംഭിക്കുന്നതാണ്. കുറെ പോളിസികൾ നാഷണൽ ഹെൽത്ത് പോളിസി ആരംഭിച്ചിട്ടുണ്ട്. അത് നാഷണൽ ന്യൂട്രീഷൻ പോളിസി, അങ്ങനെ നാഷണൽ പോപ്പുലേഷൻ പോളിസി, ലാസ്റ്റ് നാഷണൽ ഹെൽത്ത് പോളിസി ആയിട്ട് കുറെ പ്രോഗ്രാംസുകൾ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പഠിക്കാം. അതാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ റോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ പ്രിസർവേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് മിഷൻ പ്ലാനിങ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. ഓക്കെ, ഈ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് നോക്കാം. കാരണം HIV, എയ്ഡ്സിന്റെയും അതുപോലെ തന്നെ സ്മോൾ പോക്സ്, ലെപ്രോസി, മലേറിയ, ചിക്കൻ പോക്സ്, ഇതൊക്കെ ഇങ്ങനത്തെ രോഗങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്തൊക്കെ പോളിസികൾ, പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്
അതിനാണ് എന്ത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും അതുപോലെ തന്നെ നാഷണൽ അറബ് ഹെൽത്ത് മിഷനും വരുന്നത്. അവരുടെ അഡ്വാൻസ്മെന്റ്, അവരുടെ ഫീൽഡ് ഓഫ് ഭാഗമായിട്ട് ഹെൽത്ത് മിഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ ഒരു ഉദാഹരണം സ്വച്ഛ് ഭാരത് മിഷൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട്, പിന്നെ ആയുഷ്മാൻ ഭാരത് യോജന, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട്, ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് തരുന്ന ഗവൺമെന്റിന്റെ പോളിസികളും പ്രോഗ്രാമുകളൊക്കെ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു അധ്യായത്തിൽ ഇതാണ് എൻവയോൺമെന്റിൽ എയറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. എഫക്ട് ഓഫ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഏജന്റ് ഇൻ എയർ ഓൺ ഹ്യൂമൻ ഹെൽത്ത്, അത് നല്ലവണ്ണം നോക്കാം. അതുപോലെ തന്നെ റോൾ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ പ്രിസർവേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് മിഷൻ പ്ലാനിങ് ആൻഡ് പ്രോഗ്രാംസ്. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നോക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഈ ഒരു അധ്യായത്തിൽ. ഈ ഹെൽത്ത്, എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഈ ഒരു അധ്യായത്തിൽ എൻവയോൺമെന്റൽ ഹെൽത്ത് എന്താണെന്നും അതുപോലെ തന്നെ നിരവധി പൊല്യൂഷൻസുകൾ, സ്മോക്ക്, അതുപോലെ തന്നെ സ്മോക്ക്, എയർ പൊല്യൂഷൻ, അതുപോലെ തന്നെ കെമിക്കൽ പൊല്യൂഷൻസുകളൊക്കെ എന്താണ് നല്ലോണം ഒന്ന് നോക്കണം. വാട്ടർ പൊല്യൂഷൻ അല്ലെ, ഇതിനുള്ള കാരണങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ നമുക്കാണ് പല രോഗങ്ങളും നമ്മുടെ ഹെൽത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പൊ അതിൽ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. ദെൻ നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ആണ് എപ്പിഡമോളജിക്കൽ ഡിസീസസ്. എന്തൊക്കെയാണ് എപ്പിഡമോളജിക്കൽ ഡിസീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അക്കോർഡിംഗ് ടു ദി ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി, ആൻ ഇൽനെസ് ഈസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് എ ബോഡി ഫങ്ഷനിങ് ആർ ഡിസ്റ്റർബ്ഡ് ഓർ ഔട്ട്ബ്രേക്ക്ഡ്. അതായത് നമുക്കറിയാം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഒരു മനുഷ്യന്റെ ഇൽനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ബോഡിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒരു ഡിസ്റ്റർബ്സോ അല്ലെങ്കിൽ ഔട്ട്ബ്രേക്കോ ഒന്നും ചെയ്യാണ്ടിരിക്കുകയോ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് ഇൽനെസ് എന്നുകൊണ്ട് ചെയ്യുന്നത്. ഇൻ എ ജനറൽ, human illness can be characterized as a communicable, infectious and chronic or non-transmissible illnessകളായിട്ടാണ് തരുന്നത്. അതായത് മനുഷ്യ ഇൽനെസ്, അതായത് മനുഷ്യന്റെ അനാരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് കമ്മ്യൂണിക്കബിൾ ആവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, അതായത് നമുക്ക് വല്ല ഇൻഫെക്ഷൻ വഴി വരുന്നതാവാം, ക്രോണിക്കൽ ആവാം, അല്ലെങ്കിൽ ട്രാൻസ്മിസിബിൾ ആയിട്ട് വരുന്നതാവാം. അപ്പൊ ഈ യൂണിറ്റിൽ, ഇൻ ദിസ് യൂണിറ്റ് വി ഡിഫൈൻ certain protozoan diseases. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നിരവധി ഡിസീസസുകളെ കുറിച്ചാണ്, ഇൻക്ലൂഡിങ് മലേറിയ, അതുപോലെ തന്നെ വിസേറിയൽ ലെപ്രസി, as well as their etiological and surveillance of the infections and chronic disorders. ഇൻഫെക്ഷൻ വഴിയും അതുപോലെ ക്രോണിക്കൽ ഡിസോർഡേഴ്സ് വഴിയും വരുന്ന കുറെ ഡിസീസസുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ക്രോണിക്കൽ ഡിസോർഡേഴ്സ്, ഇവിടെ ഈ കുറെ ഡിസോർഡേഴ്സുകളെ കുറിച്ചിട്ട് പറയണ്ടേ, ക്രോണിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയണ്ടേ നമ്മുടെ ഈ ടെസ്റ്റില്. ഇതില് ഈ ക്രോണിക്കൽ ഡിസോർഡേഴ്സിൽ തന്നെ കാറ്റഗറി ചെയ്തിട്ട്, ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പറയണ്ടേ. ഇതിൽ തന്നെയാണ് ഈ COVID-19 അതുപോലെ തന്നെ മലേറിയ, ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പറയുന്നത് ക്രോണിക്കൽ ഡിസോർഡേഴ്സിന്റെ പ്രിവെൻഷനും കൺട്രോളും എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഡിസീസസിന്റെ പ്രിവെൻഷനും ഇതും പഠിക്കാം. അതായത് രണ്ട് രീതിയിലാണ് ഈ ഡിസീസസുകൾ വരുന്നത്. ഒന്ന് ക്രോണിക്കൽ ഡിസീസസും അതുപോലെ തന്നെ ഇൻഫെക്ഷണൽ ഡിസീസസും. അപ്പൊ ഇവരെ കുറിച്ചിട്ട്, ഇവരുടെ പ്രിവെൻഷനും കൺട്രോളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഇൻഫെക്ഷണൽ ഡിസീസസ് ആണൊക്കെ ഇത് COVID-19 ഒക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടെമ്പറോറിയൽ ആൻഡ് ജോഗ്രഫിക്കൽ ട്രെൻഡ് ഓഫ് സെലക്ടഡ് പ്രോട്ടോസോസ് ഡിസീസസുകളായിട്ട് കുറച്ച് ഡിസീസസുകളുടെ പേര് പറയുന്നുണ്ട്. അതായത് പ്രോട്ടോസോവോ അല്ലെങ്കിൽ ഡിസീസസ് കേസ് ബൈ ദം, മലേറിയ എന്നൊക്കെ, ലീഷമാനിസിസ്, ഗിറ ഡിസീസ്, അമോബിയസ്, അങ്ങനെ പറഞ്ഞ കുറെ രോഗങ്ങളെ കുറിച്ചും അവരുടെ പ്രോട്ടോസോസുകളും ഉണ്ടാവുന്ന രോഗങ്ങളുടെ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കുന്നത് മലേറിയ എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ ഇതെന്താണെന്നും, അതുപോലെ തന്നെ ലിഷമാനിസിയ എന്ന് പറഞ്ഞ രോഗം, അതിന് കാൽ അസാർ എന്ന് പറഞ്ഞ രോഗം എന്നും കൂടെയൊക്കെ
അറിയപ്പെടാറുണ്ട്. അപ്പൊ ഈ രോഗങ്ങൾ എന്താണെന്നും അതിന്റെ സിംറ്റംസുകൾ എന്താണെന്നും അതെങ്ങനെ വരുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ പഠിക്കാം. ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു രോഗങ്ങളാണ്, എപ്പിഡമോളജിക്കൽ ഡിസീസസുകളെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ അതിൽ കോമൺ നമുക്ക് ഇൻഫെക്ഷൻ ഡിസീസസുകളൊക്കെ ഉണ്ട്. അതായത് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന കുറച്ച് രോഗങ്ങളുടെ ഡിസീസസ് അതെന്താണെന്ന് നോക്കാം. അതിലാണ് കോമൺ കോൾഡ്, ദ ഫ്ലൂ, COVID-19, സ്റ്റൊമക് ഫ്ലൂ, ഹെപ്പറ്റൈറ്റിസ്, അങ്ങനത്തെ രോഗങ്ങളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ നോക്കുന്നത് കോമൺ പ്രോട്ടോസോൺ ഡിസീസസ് ഉണ്ട്. വേൾഡ് വൈഡിൽ നടക്കുന്ന പ്രോട്ടോസോൺസ് ഡിസീസസ്. അതിൽ ഒരാളാണ് മലേറിയ. ആ മലേറിയ എന്താണെന്ന് നല്ലോണം പഠിക്കുക. ഈ രണ്ട് ചോദ്യമാണ് SC ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ കോമൺ ഇൻഫെക്ഷൻ ഡിസീസസും അതുപോലെ തന്നെ കോമൺ പ്രോട്ടോസോൺ ഡിസീസസുകളുമാണ് വരുന്നത്. ഈ രണ്ട് കാറ്റഗറീസ്, അതായത് ഡിസീസസുകൾ എന്താണെന്ന് നല്ലോണം, ഇൻഫെക്ഷൻ ഡിസീസസും അതുപോലെ തന്നെ പ്രോട്ടോസോൺ ഡിസീസസും, അതിൽ മലേറിയയാണ് ഏറ്റവും കൂടുതൽ നല്ലോണം പഠിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ വരുന്നത്. പിന്നെ അതിന്റെ പ്രിവെൻഷൻസുകളും കൺട്രോളുമാണ് ക്രോണിക്കൽ ഡിസീസസുകളുടെ. നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നിരോധിക്കാനും നിയന്ത്രിക്കാനൊക്കെ എങ്ങനെ പറ്റും എന്നാണ് ഡിസീസസുകളെ, അത് കൂടി മുന്നിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ 4 ചാപ്റ്റർ. അപ്പൊ ഇതിൽ ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ ഒന്ന് പറയാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്: വാട്ട് ഈസ് ദ എപ്പിഡമോളജി ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് വേരിയസ് കാറ്റഗറീസ് ഓഫ് ഒബ്സർവേഷണൽ സ്റ്റഡീസ്. അത് ഒന്നാമത്തെ ചാപ്റ്റർ. അതായത് എന്താണ് എപ്പിഡമോളജി, അതിലെ ഒബ്സർവേഷണൽ സ്റ്റഡീസിലെ കാറ്റഗറി. അതിലാണ് നമ്മൾ എന്ത് ഡിസ്ക്രിപ്റ്റീവ് അതുപോലെ തന്നെ അനലറ്റിക്കൽ സ്റ്റഡി എന്ന് പഠിച്ചത്. അല്ല, ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ കേസ് റിപ്പോർട്ടും കേസ് സീരീസും, അതുപോലെ തന്നെ അനലറ്റിക്കൽ തന്നെയാണ് നമ്മൾ കുറെ 4 കാറ്റഗറീസുകളും പഠിച്ചത്. അത് നല്ലവണ്ണം നോക്കാം. പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള വേറൊരു ചോദ്യം: ഡിഫൈൻ എപ്പിഡമോളജി ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് ദി ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്. അതായത് ഒബ്സർവേഷണൽ സ്റ്റഡിയിലെ ഒരു ഭാഗമാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ്. അതിന് മാത്രം എടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് എടുത്തെടുത്ത് ചോദിക്കുന്നതാണ്. പിന്നെ റിസ്ക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് എപ്പിഡമോളജി, ഇതൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എവിടെ നിന്നൊക്കെയോ തുടങ്ങിയെന്നുള്ളൊരു രീതിയിലൊക്കെ ഒന്ന് പഠിക്കാം. അതായത് ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് എപ്പിഡമോളജി എന്ന് പറഞ്ഞുള്ളൊരു ടോപ്പിക്. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു ഹിസ്റ്ററി എവിടെ നിന്നാണ് ഒരു ആരംഭിക്കുന്നത് നമ്മുടെ എപ്പിഡമോളജിയുടെ, ആ ഒരു ചോദ്യത്തിന് ഒന്ന് ഫീൽഡ് ഓഫ് എപ്പിഡമോളജി എങ്ങനെയാണ് ഫ്ലറിഷ് ചെയ്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇത് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ എപ്പിഡമോളജി ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്ത് വരുന്നത്. അത് ഹിപ്പോക്രാറ്റസ് തൊട്ട് ഇവിടേക്ക് ജോൺ ഗ്രാൻഡ്, വില്യം ഫാർ, ജോൺ സ്നോസ്, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ 19th 20th സെഞ്ചുറിയിലാണ് ഏറ്റവും കൂടുതൽ എപ്പിഡമോളജിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തത്. ഇത്രയൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ചോദ്യങ്ങൾ. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്: വാട്ട് ആർ ദി ഓൾഡ് തിയറി ഓഫ് ഡിസീസസ് അക്യൂഷൻസ്. ഏതൊക്കെയാണ് ഓൾഡ് തിയറീസ് ഓഫ്, അതിലാണ് നമ്മുടെ ആൾക്കാർ കുറെ സയന്റിസ്റ്റുകളൊക്കെ നമ്മൾ പറയുന്നത് ഓൾഡ് തിയറീസ്. അതായത് ഹിപ്പോക്രാറ്റസ്, ലൂയി പാസ്റ്റർ, റോബർട്ട് ക്ലോച്ച്, എഡ്വേർഡ് ജെനീഫർ, എഡ്വിൻ ചാഡ്വിക്ക്, ഇവരെ കുറിച്ചിട്ടുള്ള തിയറീസുകൾ അതെന്താണെന്നൊന്ന് നോക്കാം. വാട്ട് ആർ ദി ഓൾഡ് തിയറീസ് ഓഫ് ഡിസീസസ് അക്യൂസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻ മാനേജ്മെന്റ് ഓഫ് COVID-19. COVID-19 വന്നപ്പോൾ നമ്മുടെ പബ്ലിക് ഹെൽത്തിൽ എന്തെല്ലാം മാനേജ്മെന്റ്, അതായത് നിയന്ത്രണം, മാനേജ്മെന്റിൽ എന്തൊക്കെ നിയന്ത്രണം ഇതാണ് നമ്മൾ ഇത് കൊടുത്തിരുന്നത്. പബ്ലിക് ഹെൽത്തിൽ എത്രമാത്രം പ്രാധാന്യം കൊടുത്ത് COVID-19 നമ്മൾ നിരോധിച്ചിട്ടുണ്ട്. അത് എന്താ, അത് പബ്ലിക് ഹെൽത്ത് അപ്രോച്ചിൽ COVID-19 എന്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് അപ്രോച്ചിൽ COVID-19 കാലഘട്ടത്തിലെ മാനേജ്മെന്റ് എന്ന്, അത് നല്ലവണ്ണം പഠിക്കുക. കാരണം ഇന്നത്തെ ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലത്തിൽ, നമ്മൾ ഈ അടുത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രോബ്ലത്തിൽ ഒരെണ്ണം. പിന്നെ പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ, ഗീവൻ ആൻ അക്കൗണ്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ.
അത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് എത്രമാത്രം ഉണ്ട് എന്ന്. അത് നല്ലൊരു ചോദ്യമാണ്, എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് ബ്രീഫ്ലി ഡിസ്കസ് ദി കോർ ഡിസിപ്ലിൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. ഏതൊക്കെയാണ് പബ്ലിക് ഹെൽത്തിന്റെ കോർ ഡിസിപ്ലിൻസുകൾ എന്ന് പറയുന്നത്? കോർ ഡിസിപ്ലിൻസ് അത് കോർ ഡിസിപ്ലിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോർ ഡിസിപ്ലിൻസുകളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഒരു നമ്മൾ 3 ഡിഫൈൻ ആൻഡ് മെഷറിംഗ് ദി പ്രോബ്ലം, അതുപോലെ തന്നെ ഡിറ്റർമൈൻ ദ കോസ് ആൻഡ് റിസ്ക് ഫാക്ടർ പ്രോബ്ലം ആൻഡ് ഡിറ്റർമൈൻ ഹൗ ടു പ്രിവെന്റ് ആൻഡ് അതുപോലെ ഇംപ്ലിമെന്റേഷൻ എഫക്ട് സ്ട്രാറ്റജി, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ക്ലിനിക്കൽ അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഏത് കോർ ഡിസിപ്ലിൻസിലെ ആദ്യത്തെ പോകുന്നത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ബേസ്ഡ് അപ്രോച്ച് ഇട്ടുണ്ട്. അങ്ങനെ 2 രീതിയിലുള്ള കോർ ഡിസിപ്ലിൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് ഉള്ളത്. ഒന്ന് ക്ലിനിക്കൽ അപ്രോച്ചിലും അതുപോലെ തന്നെ പോപ്പുലേഷൻ ബേസ്ഡ് അപ്രോച്ചിലൂടെ പോകുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നൊന്നും കൂടി പഠിക്കാം. 2ാമത്തെ അധ്യായത്തിൽ നിന്ന് ചോദിച്ച് വരുന്നുണ്ട്. അപ്പൊ പബ്ലിക് ഹെൽത്തും ഈ COVID-19 നല്ലവണ്ണം പഠിക്കാം. ദെൻ അടുത്തത് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ലെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ഗവൺമെന്റ് ഇൻ ഇന്ത്യ പ്രൊമോഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിൽ ഗവൺമെന്റ് ഇന്ത്യയുടെ ഇന്റർവെൻഷൻസുകൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് കൂടുതൽ അതിൽ പ്രിസർവേഷനും പ്രൊമോഷനും പബ്ലിക് ഹെൽത്ത് ഗവൺമെന്റ് ഇന്ത്യയിൽ എന്താണെന്ന് നോക്കാം. പിന്നെ റൂറൽ ഹെൽത്ത് മിഷൻസും അതുപോലെ തന്നെ അർബൻ ഹെൽത്ത് മിഷൻസും എന്താണെന്ന് നോക്കാം. റൂറൽ ഹെൽത്ത് മിഷനും അർബൻ ഹെൽത്ത് മിഷനും നമ്മളോട് ചോദിക്കാറുണ്ട്. പിന്നെ എൻവയോൺമെന്റൽ, അതായത് ബയോളജിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ ഏജന്റ് ഓഫ് വാട്ടർ ഓൺ ഹ്യൂമൻ ഹെൽത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എയറും ചോദിക്കാറുണ്ട്. എയറിലെ പ്രോബ്ലങ്ങൾ എങ്ങനെ ഫിസിക്കൽ അതുപോലെ തന്നെ ബയോളജിക്കൽ, കെമിക്കൽ ഏജന്റ് ആയിട്ട് മനുഷ്യന്റെ പബ്ലിക് ഹെൽത്തിനെ ബാധിക്കുന്നു. വാട്ടറും എയറും അത് നല്ലവണ്ണം നോക്കാം. വാട്ടറും എയറും ഇമ്പോർട്ടന്റ് ആണ്. അത് എൻവയോൺമെന്റൽ ആണ്. ദെൻ 4ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചോദിക്കുന്നത് കോർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ, കോഹോർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. ഷോർട്ട് നോട്ടുകളായിട്ടാണ് അത് ആ ഒരു അധ്യായത്തിൽ നിന്ന് ചോദിക്കാറ്. 4ാമത്തെ അധ്യായം അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ചോദിക്കാറ്. പക്ഷെ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എപ്പിഡമോളജിയും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്തും എന്താണെന്ന് നല്ലോണം നോക്കാം. പിന്നെ എപ്പിഡമോളജിക്കൽ ഡിസീസസിൽ മലേറിയനെ കുറിച്ച് നോക്കാം. മലേറിയയുടെ ഭാഗങ്ങളൊക്കെ കൂടുതൽ ചോദിക്കാറുണ്ട് ഡിസീസസിന്റെ. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മളോട് ചോദിക്കാറ്. അപ്പൊ എസെൻഷ്യൽ ഇൻ എപ്പിഡമോളജി ആൻഡ് പബ്ലിക് ഹെൽത്തിലെ എപ്പിഡമോളജി, പബ്ലിക് ഹെൽത്ത്, എൻവയോൺമെന്റൽ ഹെൽത്ത്, അതുപോലെ എപ്പിഡമോളജി ഓഫ് ഡിസീസസ്, ഈ 4 ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് എപ്പിഡമോളജിയും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്തുമാണ്. അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിങ്ങനെ കണ്ടത്. പിന്നെ എൻവയോൺമെന്റിൽ എയറും അതുപോലെ തന്നെ വാട്ടറുമായിട്ട്, അതായത് ഫിസിക്കൽ, സൈക്കോളജിക്കൽ, അതുപോലെ തന്നെ കെമിക്കൽ, ബയോളജിക്കൽ എഫക്ട്സുകൾ എന്താണെന്നും കൂടി നോക്കാം. ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക്, 1ാമത്തെ ബ്ലോക്കിലെ ഇത്. ഇനി അടുത്തതാണ് സൈക്കോളജിക്കൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ്. പബ്ലിക് ഹെൽത്തിലെ മാനസികപരമായും അതുപോലെ പെരുമാറ്റപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഇഷ്യൂസുകൾ ഏതൊക്കെയാണ്? അതിൽ നമുക്കൊരു 3 ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒന്ന് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടർ ഓൺ ഹെൽത്ത് ആൻഡ് ഇൽനെസ്, അതുപോലെ തന്നെ തിയറി ആൻഡ് മെത്തേഡ് ഓഫ് പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് NGOസിന്റെ കീഴിൽ. ഈ ഒരു ഇതിലാണ് അതിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഫാക്ടേഴ്സ്, ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടർ, ഹെൽത്തും ഇൽനെസ്സിലും എങ്ങനെയാണ് സാമൂഹ്യപരമായിട്ടുള്ളത് ചെയ്യുന്നത്. അതിൽ തിയറീസും മെത്തേഡും, പബ്ലിക് ഹെൽത്തിന്റെ തിയറീസും മെത്തേഡുകളും എന്താണ്? ഇത്രയാണ് ഈ ഒരു അധ്യായങ്ങളിൽ ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ, അതായത് ബ്ലോക്ക് 2ാമത്തെ സൈക്കോളജിക്കൽ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ്. അതിൽ 5ാമത്തെ ചാപ്റ്റർ ആണ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അധ്യായം. ഇതിൽ നോക്കുമ്പോൾ a broad notion like a health can be many different interpretations.
from specialized medical definition to the embracing ഫിസിയോഫിക്കൽ കേസ്, അതായത് ഫിലോസഫിക്കൽ കേസിലും നമുക്ക് നോക്കാം. അതായത് ഹെൽത്ത് എന്നുകൊണ്ട് ഇതിനുള്ള ഡെഫിനിഷൻ എന്താണ്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, എന്താണ് നിർവചിക്കുന്നത്? അത് പല രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് ഈസ് എ ഫ്രീക്വൻറ്റ്ലി റെഫർ ടു ആസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് ആൻഡ് ആസ് ബീൻ ഡിവോയിഡ് ഓഫ് സ്കിന്നസ്. അതായത് നമുക്ക് ഈ സിക്നെസ് ആണ് നമ്മുടെ ഡിവോയിഡ് ഓഫ് സിക്നെസ് എന്നുള്ള രീതിയിലാണ് ഹെൽത്തിനെ നമ്മൾ മെൻഷൻ. ദീസ് ആർ ഫോംഡ് ആൻഡ് സബ്സ്റ്റൻസ്ഡ് ബൈ ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സ് നോൺ ആസ് ദി ഹെൽത്ത് ഡിറ്റർമിനൻസ് എന്നുള്ള രീതിയിൽ. ഡിറ്റർമിനൻസ് we will go through each health determinants detail in this one. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ഹെൽത്തിന്റെ ഒരു ഡെഫിനേഷൻ, സെലക്റ്റീവ് ഡെഫിനേഷനും ഉണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഡെഫിനേഷനും ഉണ്ട്. ആ ഒരു ഡെഫിനേഷനാണ് പഠിക്കുന്നത്. ഈവൻ നമുക്കറിയാം ഒരു പേഴ്സൺ, എ പേഴ്സൺ ബോൺ ഇൻ ജപ്പാൻ has been average life expectancy is 88 years. അതായത് 88 വയസ്സ് വരെയാണ് ഒരു ജപ്പാനിലെ ഒരാൾ. ആവറേജ് ലൈഫ് എക്സ്പെൻസി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 68 ആണ്. അതായത് 68 ദെൻ 56 ഇത്രയുള്ള ഏജിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലെ എക്സ്പെൻസി. ദിസ് ഇസ് എക്സാമ്പിൾ ഹൗ ദി ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഡിഫറെന്റ് ഡെമോഗ്രാഫിക്കൽ ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെന്റ്. അതായത് ഓരോ ഗ്രൂപ്പിലും നമ്മുടെ ഹെൽത്ത് എന്ത് ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. ജനസംഖ്യപരമായിട്ട് ഇത് ഹെൽത്തിന്റെ ഈ ഒരു ഡിഫറൻസ്, അതായത് അവരുടെ ജീവിത ദൈർഘ്യം അതിന്റെ അടിസ്ഥാനത്തിൽ മാറുന്നുണ്ട്. അപ്പൊ കൺസിഡറിങ് എക്സ്ക്ലൂസീവ്ലി ഇന്ത്യ, ദ ആവറേജ് ഏജ് ഇൻ മാൻ 67 അല്ലെങ്കിൽ 69, അത്രേ. വുമൻസ് ആണ് ഏറ്റവും കൂടുതൽ 69 വരെ പറയുന്നത്. ഹാവിങ് ഇത് തന്നെയാണ് എന്ത് ഈ ഹെൽത്ത് ഡിറ്റർമിൻ. ഹെൽത്തിന്റെ കാര്യത്തിൽ കൊണ്ടാണ് ഈ എക്സ്പെക്ടൻസി, ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞ് വരുന്നത്. അപ്പൊ ഈ ഒരു അധ്യായത്തില് എന്താണ് ഹെൽത്ത് ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് സെലക്റ്റീവ് ഡെഫിനേഷനിൽ നമ്മൾ പറയുന്നത് ഹെൽത്ത് ഈസ് എ അബ്സെൻസ് ഓഫ് ഡിസീസസ്, പിന്നെ അല്ലെങ്കിൽ ഹെൽത്ത് ഈസ് എ സോഷ്യോ സൈക്കോളജിക്കൽ അഡോപ്ഷൻ ഓഫ് അഡ്ജസ്റ്റ്മെന്റ് സർക്കംസ്റ്റൻസ്, അല്ലെങ്കിൽ ഹെൽത്ത് ആസ് ദി ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ഫുൾഫിൽ എസെൻഷ്യൽ ലൈഫ് ഫങ്ഷൻസ് എന്നൊക്കെ. യൂണിവേഴ്സൽ ഡെഫിനേഷനിൽ പറയുന്നത് ഹെൽത്ത് ഈസ് ആസ് എ ഗ്രോത്ത്. ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് ഈസ് എ വെൽബീയിങ് ആവാം. ദെൻ അല്ലെങ്കിൽ ഹെൽത്ത് ആസ് എ റിയലൈസ്ഡ് ദി പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഹെൽത്ത് ആസ് എ എംപവർമെന്റ് ആൻഡ് ഹെൽത്ത് ആസ് എ വോൾനെസ്. ഇങ്ങനത്തെ രീതിയിലൊക്കെ ആണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ ഇതില് ഈ ഒരു അധ്യായത്തിൽ ഹെൽത്തിനൊരു ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത്, എങ്ങനെയാണ് സോഷ്യലി ഡിറ്റർമിൻ ചെയ്യുന്നത് ഹെൽത്ത് ചെയ്യുന്നത്. അതിൽ കുറെ സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്തിൽ 8 ഡിറ്റർമിനേഷൻ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ രണ്ടാമത്തെ മണി ആൻഡ് റിസോഴ്സസ്. ദെൻ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ. ദെൻ ഹൗസിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്കിൽസ്. ദെൻ ഫൈൻഡിങ് ഗുഡ് വർക്ക് ആൻഡ് എംപ്ലോയ്മെന്റ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ദെൻ ഫിസിക്കൽ ആൻഡ് ആക്സസ് ടു ഫുഡ്. ഈ ഒരു കാര്യങ്ങളാണ് ഏത് സോഷ്യൽ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ 8 ഘടകങ്ങൾ. ഒരു നല്ല സോഷ്യൽ ഹെൽത്ത് നമ്മൾ ഉണ്ടാവണമെങ്കിൽ ഒന്നേ നല്ല ഫാമിലി, ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റീസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല നമുക്ക് മണി അല്ലെങ്കിൽ റിസോഴ്സസ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഹൗസ് ഇതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല്, അതുപോലെ തന്നെ ഫൈൻഡിങ് ഗുഡ് വർക്ക് ആൻഡ് എംപ്ലോയ്മെന്റ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ എൻവയോൺമെന്റ്, പിന്നെ ആക്സസ് ഫുഡ്. ഇതൊക്കെ കിട്ടുന്നത് അനുസരിച്ച് നമ്മുടെ സോഷ്യോ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ലൈഫ് സ്പാൻസിലേക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് വരുന്നത്, സോഷ്യോ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതിൽ കമ്മീഷൻ ഓൺ സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്മീഷൻസിന്റെ പേരുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് ഉണ്ട്. സോഷ്യൽ കഴിഞ്ഞ പിന്നെ കൾച്ചറൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് ഉണ്ട്. അത് സാംസ്കാരികപരമായിട്ട് എന്തൊക്കെ കാരണങ്ങളൊക്കെയാണ് എന്ന് പറയണ്ടേ. പിന്നെ എന്താണ് ജെൻഡർ, എന്താണ് ഹെൽത്ത് എന്നുള്ളത്. ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി ഓർ കൾച്ചറൽ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന, അതായത് മെൻ ആൻഡ് വുമൺ സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിഫൈൻഡ് ഓൺ ദ റോളിംഗ് ആൻഡ് ഒബ്ലിഗേഷൻ റെഫേർഡ് ആസ് ജെൻഡർ. സോഷ്യലി കൺസ്ട്രക്ട്, സാമൂഹ്യപരമായിട്ട് സ്ത്രീയും പുരുഷനെയും വേർതിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ജെൻഡർ എന്ന് പറയുന്നത്. അത് ഹെൽത്തിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നാണ്. അതിൽ
സ്ത്രീകളുടെയും അത് പുരുഷന്മാരുടെയും എത്രമാത്രം ഈ ഫിസിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്ത് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതും ഈ ഒരു അധ്യായത്തിൽ ഉണ്ട്. പിന്നെ ബിഹേവിയർ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് ഉണ്ട്. ബിഹേവിയർ പരമായിട്ട് എങ്ങനെയാണ് നമ്മുടെ പറയുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് ഹെൽത്ത് എന്താണെന്നും അതിന്റെ ഇതൊക്കെ എത്രയാണെന്നാണ്, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കാറ്. ദെൻ ഈ ഒരു അധ്യായത്തിൽ നിന്ന്, അതായത് 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെ 5-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ജെൻഡറും ഹെൽത്തും തമ്മിലുള്ള ഷോർട്ട് നോട്ട്. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എത്രമാത്രം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഹെൽത്തിന്, ആഗോളവൽക്കരണം എത്രമാത്രം ഹെൽത്തിനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ നമ്മുടെ ഹൗസും ഹോസ്പിറ്റലും നഴ്സിംഗ് ഹോംസ് ഒക്കെ ഈ എത്രമാത്രം നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉള്ളത്, നമ്മളെ ഫുഡ് ഷോപ്സുകളൊക്കെ എത്ര ഹെൽത്തിനെ സ്വാധീനിക്കുന്നു എന്നൊരു ചോദ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ വരണം. അതിൽ സെക്സ്, നമ്മുടെ ജെൻഡറും ഹെൽത്തും എന്താണെന്ന് നല്ലോണം നോക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രമാത്രം ഹെൽത്ത് ഔട്ട്കംസുകൾ ഉണ്ടാക്കുന്നു എന്നതും കൂടി ഈ ഒരു അധ്യായത്തിൽ നോക്കാനുള്ളതാണ്. ഇപ്പൊ എപ്പിഡമോളജി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ പബ്ലിക് ഹെൽത്ത് വളരെ പ്രാധാന്യം ഉള്ളതാണ്. അതിൽ ജെൻഡർ ആൻഡ് ഹെൽത്ത് ഈ ഒരു 5-ാമത്തെ ചാപ്റ്ററിൽ മോർ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ സോഷ്യൽ ഡിറ്റർമിനേഷൻ ഓഫ് ദി ഹെൽത്ത്, സാമൂഹ്യപരമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളൊരിതും ഈ ഒരു അധ്യായത്തിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.